ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനായോഗത്തിൻ്റെ പ്രസിഡൻറ്റും സുൽത്താൻ ബത്തേരി മെത്രാസത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി, പ്രാർത്ഥനായോഗത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട CB ഉമ്മനച്ചൻ, പ്രാർത്ഥനായോഗത്തിൻ്റെ ഭാരവാഹികളെ, ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അതിനു മുമ്പായിട്ട് പ്രാർത്ഥനായോഗത്തിൻ്റെ ചെങ്ങന്നൂർ ഭദ്രാസന വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട CP ചാക്കോച്ചൻ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇതിൻ്റെ ശവസംസ്കാരം ചൊവ്വാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ഈ അവസരത്തിൽ അഖില മലങ്കര പ്രാർത്ഥനായോഗത്തിനുള്ള അനുശോചനം ആദ്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. ഇവിടെ സാധാരണ പ്രാർത്ഥനായോഗത്തിൻ്റെ ചുമതലയിൽ ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ 3 ദിവസത്തെ ധ്യാനമാണ് ക്രമീകരിക്കാറുള്ളത്. ഈ വർഷം അത് 1 ദിവസമാക്കേണ്ടി വന്നത് സാധാരണ അവധിക്കാലങ്ങളിൽ നടത്തുന്ന വൈദിക സമ്മേളനം കഴിഞ്ഞ 3 ദിവസമായി ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലൂടെ നടക്കുകയായിരുന്നു. അഖില മലങ്കര വൈദിക സമ്മേളനം നടക്കുമ്പോൾ ഇങ്ങേപ്പുറത്ത് മാറി മറ്റൊരു പരിപാടി കൂടെ നടത്തുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് ഈ വർഷത്തെ ധ്യാനം 1 ദിവസമാക്കുവാൻ തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ സമർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് പേരുകൾ ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയും ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ തന്നിട്ടുള്ള 4 ഫയലിലായിട്ട് തന്നിട്ടുള്ള പേരുകൾ ഇതിൻ്റെ ഭാരവാഹികളായ അച്ഛന്മാർ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ ഓർക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്, ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അത് നിങ്ങളിവിടെ എഴുതി തന്നിട്ടുള്ള എല്ലാ പേരുകളും ഇതിൻ്റെ ഭാരവാഹികളായ ഞങ്ങൾ തിരുമേനി ഉൾപ്പെടെ എല്ലാവരുടെയും വിശുദ്ധ ബലികളിൽ അത് ഓർക്കപ്പെടും എന്ന് ഞാൻ ആമുഖമായിട്ട് ഓർപ്പിക്കട്ടെ. സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രാർത്ഥനായോഗത്തിൻ്റെ ചുമതലയിൽ വളരെ സജീവമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ടാണ്. എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും വളരെ സന്തോഷത്തോടെ ആ കാര്യത്തിന് ചുമതലക്കാരായ ഞങ്ങൾക്കൊക്കെയും കൈത്താങ്ങൽ നൽകി പ്രോത്സാഹിപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവിൻ്റെ സേവനം, സഹകരണം എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥനായോഗത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിമന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് വചന ശുശ്രൂഷ നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛനാണ്. എല്ലാവർക്കും സുപരിചിതനായ ഒരു വൈദിക ശ്രേഷ്ഠനാണ്. ഈ ധ്യാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അഭിമന്യ തിരുമേനിയോട് സംസാരിച്ചപ്പോൾ ആരെയാ തിരുമേനി ധ്യാനത്തിന് ക്ഷണിക്കേണ്ടത് എന്ന് ചോദിച്ചു. തിരുമേനി ഒറ്റ പേര് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, അഭിമന്യ എബ്രഹാം മാർ അഭിമന്യ ജോജി കെ ജോയി അച്ഛൻ്റെ പേര്. ഞാനത് കേട്ട ഉടൻ തന്നെ അന്ന് വൈകിട്ട് അച്ഛനെ വിളിച്ച് ഈ കാര്യം പറയുകയും അച്ഛൻ പറഞ്ഞു, മെയ് മാസം 15-ാം തീയതി മുതൽ ഞങ്ങളുടെ ട്രാൻസ്ഫറാണ്, പുതിയ പള്ളിയിലേക്ക് ചാർജ് എടുക്കുകയാണ്, അവിടെ ചെന്ന് എന്താണ് പ്രോഗ്രാം എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പരമേലയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിന് തിരുമേനി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വരും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി നമുക്ക് വചന ശുശ്രൂഷയും ധ്യാനവും നടത്തുവാൻ തക്കവണ്ണം വന്നു ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛനെ വളരെ സന്തോഷത്തോടെ ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രസ്ഥാനത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട CB ഉമ്മനച്ചൻ, ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ സമയത്താണ് നിയമനം ലഭിച്ചത്. പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്നോട് ചേർന്ന് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു വൈദിക സ്റ്റേഷനാണ്. നിരണം പള്ളിയുടെ വികാരിയാണ്. വളരെ ചുമതലകളുണ്ട്, എന്നിട്ട് പോലും ഏത് കാര്യത്തിന് ഞാൻ വിളിച്ചാലും എപ്പോഴും വന്ന് എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുന്ന പ്രിയപ്പെട്ട CB ഉമ്മനച്ചനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് ഇവിടെ ഈ ധ്യാനം നടക്കുമ്പോൾ സാധാരണ വെള്ളിയാഴ്ചകളിലൂടെ ധ്യാനമുണ്ട്. എന്നാൽ പ്രാർത്ഥനായോഗത്തിൻ്റെ ചുമതലയിൽ ജൂൺ 6 ധ്യാനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ
ആ കാര്യങ്ങൾക്കൊക്കെയും സഹകരണം നൽകി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഈ പരിപാടികൾ വിജയിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് പരുമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ഒന്നിനായ ഔക്യൻ റംബാസിനാണ്. അദ്ദേഹം ഇന്ന് വിശുദ്ധ മൂന്നുമല കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചു. ഇപ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. ഇത് തിരുന്നതിന് മുമ്പായിട്ട് വന്നു ചേരും. അതിന് ഔക്യൻ റംബാസിനെയും വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോൺസൺ കല്ലിട്ടലച്ചൻ, വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും, ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇത്രയും പേര് കടന്നു വന്നു. ഞാൻ ചുറ്റുമുള്ള എല്ലാ ഭദ്രാസനങ്ങളിലെയും അച്ഛന്മാർക്ക് നോട്ടീസ് അയച്ചിരുന്നു. പലർക്കും കിട്ടിയില്ല എന്ന പരാതി വന്നു. അഡ്രസ്സിൻ്റെയോ പോസ്റ്റലിൻ്റെയോ എന്തെങ്കിലും തകരാറായിരിക്കാം. ഇനി അത് വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കും. കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഗാനങ്ങൾ ആലപിച്ച കുഞ്ഞുങ്ങൾ, ഞാൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പെരളശ്ശേരി പള്ളിയിലെ എന്നോടൊപ്പം കുർബാനയിൽ സഹായിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണത്തിനായി അഭിയന്യ തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഗീവറി ഷാമേലച്ചൻ, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജോൺസൺ കല്ലിട്ടതിൽ, ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന CV ഉമ്മനച്ചൻ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പാകെ പ്രഘോഷിക്കുവാനായിട്ട് എത്തിച്ചേർന്ന എൻ്റെ വാത്സല്യമുള്ള അടൂർ ഭദ്രാസനത്തിൻ്റെ ആനന്ദപ്പള്ളിയുടെ വികാരിയായിരിക്കുന്ന ജോജി കെ ജോയി അച്ഛൻ, ആധ്യാത്മിക സംഘടനകളുടെ ഭാരവാഹികൾ, വിവിധ സ്ഥലത്ത് നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വാത്സല്യമുള്ള ഭക്തജനങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, വാത്സല്യമുള്ളവരെ, പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറിടത്തോട് ചേർന്ന് നടക്കുന്ന ഈ ധ്യാനയോഗത്തിൽ സംബന്ധിക്കുന്ന ഏവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും കാവലായിരിക്കട്ടെ, കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ആരാണ് ഈ അവൻ? പണമാണോ, സൗന്ദര്യമാണോ, കുടുംബശ്രേഷ്ഠതയാണോ, വിദ്യാഭ്യാസമാണോ? ഇതൊന്നുമല്ല. ദൈവം എൻ്റെ വലത്തു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബാംഗങ്ങളും പുതിയ രൂപാന്തരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ ഇടയാക്കണമേ എന്ന് നാം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ധ്യാനയോഗമുണ്ടെങ്കിലും ഇന്നത്തെ പ്രത്യേകത പ്രാർത്ഥനയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നത് ഈ പ്രാർത്ഥനയോഗം ഇവിടെ നടക്കുന്നത്. അച്ഛൻ ഓർപ്പിച്ചതുപോലെ 3 ദിവസത്തെ ധ്യാനയോഗമായിരുന്നു. എന്നാൽ ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച വലിയ പെരുന്നാളായ പെന്തിക്കോസ്തി പെരുന്നാളിന് മുന്നോടിയായിട്ടാണ് ഈ ഒരുക്ക ധ്യാനം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. കാത്തിരിപ്പിൻ്റെ അവസരങ്ങളാകുന്നുവല്ലോ ഈ സമയങ്ങൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വസിച്ച് ആത്മാവിൽ നിറവുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ ധ്യാനയോഗം മൂലം ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദൈവവചനം പറയുന്ന മകനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വന്നുചേർന്ന എല്ലാവരെയും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥ അനുഗ്രഹമായിരിക്കട്ടെ, കോട്ടയായിരിക്കട്ടെ. അദ്ദേഹം പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു, സ്നേഹനിധിയായ മനുഷ്യനായിരുന്നു, അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അതുമാത്രമല്ല, എല്ലാറ്റിലും ഉപരിയായിട്ട് ജീവിത വിശുദ്ധിയുള്ളവനായി ഈ ലോകത്ത് ജീവിച്ച ആ പരിശുദ്ധൻ്റെ സന്നിധിയിലാണ്
നാം കടന്നു വരുന്നത് എന്നുള്ളതായ ചിന്ത എപ്പോഴും നാം ഭരിക്കുകയും നാം ധ്യാനയോഗങ്ങളിൽ കൂടി ആ ജീവിത വിശുദ്ധി കൈവരുത്തുവാൻ തക്കവണ്ണം സമൂഹത്തിന് ആ ജീവിത വിശുദ്ധി പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ധ്യാനയോഗങ്ങൾ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ധ്യാനം നയിക്കാനായിട്ട് വളരെ ആദരവോടെ പ്രിയപ്പെട്ട ജോജി കെ ജോയി അച്ഛനെ ക്ഷണിക്കുന്നു. 136 സങ്കീർത്തനം നമുക്കൊരുമിച്ച് ചൊല്ലി ധ്യാനിക്കാം. ഓരോ വരിയായി ഞാൻ ചൊല്ലിത്തരുമ്പോൾ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പ്രതിവാക്യമായി ചൊല്ലുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ബാറയ്ക്കുമോർ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന്, മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ 2 വിഭാഗിച്ചവന്, അതിൻ്റെ നടുവിൽ കൂടെ ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടട്ടെ. അഭിവന്ദനായ പിതാവേ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനയും നമ്മുടെ മനസ്സും എല്ലാം പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവം എന്നെ നടത്തുന്നു, ദൈവം എന്നെ കേൾക്കുന്നു, ദൈവം എന്നെ കാണുന്നു, ഞാൻ ദൈവികമായി ജീവിക്കുവാൻ ഉള്ളവനാണ് എന്ന ചിന്ത സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മിൽ ഉള്ളതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവാണ് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്നത്. പാപബോധവും നീതിബോധവും ന്യായവിധി ബോധവും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയ ആത്മീക വരമാണ്. അതുകൊണ്ട് ഈ പെന്തിക്കോസ്തി പെരുന്നാളിന്റെ കാത്തിരിപ്പ് ദിവസത്തിൽ ദൈവമേ, നിന്റെ നീതിയും നിന്റെ പാപബോധവും ന്യായവിധി ബോധവും എനിക്ക് തരണമേ
എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പിതാക്കന്മാർ എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന 3 വാക്കുകളാണ് മരണം, ന്യായവിധി, നിത്യത എന്നുള്ളത്. ഈ 3 വാക്കുകളെ കുറിച്ചുള്ള ധ്യാനമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം. അത് നിരന്തരം അനവരതം തടസ്സമില്ലാതെ നടത്തേണ്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം. മരണബോധം എപ്പോഴും മനസ്സിലുണ്ടാകണം. പലപ്പോഴും നമുക്കുണ്ടാകുന്നത് മരണഭീതിയാണ്. മരണഭീതി പാപികൾക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ മരണബോധം നീതിമാന്റെ ലക്ഷണമാണ്. മരണത്തെക്കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമേ എന്ന് പരിശുദ്ധ പിതാക്കന്മാർ അവരുടെ രഹസ്യ പ്രാർത്ഥനകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. മരണത്തെക്കുറിച്ചുള്ള ബോധം അതെപ്പോഴും ജീവിതത്തെ കുറെ കൂടെ ക്രിയാത്മകമായും ആഴത്തിലും ചിന്തിക്കുവാൻ നമുക്ക് പ്രേരകമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഒന്നാമത്തെ ചിന്ത മരണത്തെക്കുറിച്ചുള്ള ബോധമാകണം. മരണത്തെക്കുറിച്ച് ബോധമുള്ളവന് മാത്രമേ ജീവിതം ക്രിയാത്മകമായും അർത്ഥവത്തായും നടത്തുവാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മരണഭയമല്ല, മരണബോധം. നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം എന്ന വാക്കുകളിലൂടെ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം. മരണത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ മതിക്കുവാൻ ഇടയാകണം. ചിരഞ്ജീവികളായി ഈ ലോകത്തിലേക്ക് ആരും വന്നിട്ടില്ല. ഏത് സ്ഥാനത്തും ഏതു നിലയിലും ഉള്ള വ്യക്തികൾ മനുഷ്യനാണോ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോയാലേ ഒക്കുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ ബോധം നമ്മെ ഭരിക്കേണ്ടുന്നത്. ന്യായവിധി ബോധം നമുക്ക് ഉണ്ടാകണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം എന്ന ആ ബോധ്യം. അത് ഓർത്തഡോക്സുകാർക്ക് എക്സംപ്റ്റഡ് അല്ല എന്നുള്ളത് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. പലപ്പോഴും നമ്മുടെ മനസ്സിലെ വിചാരം മരണാനന്തര കർമ്മങ്ങൾ വഴിയായി ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാകാം പലപ്പോഴും ജീവിതത്തിന്റെ വിശുദ്ധിയേക്കാൾ കൂടുതലായി മരണാനന്തരം നടത്തുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള അമിതമായ ചില ചിന്തകൾ നമ്മുടെ ഇടയിൽ ഇന്ന് കൂടുതലായിട്ടുണ്ടാകുന്നത് എന്ന് ധരിച്ചു പോവുകയാണ്. ജീവിതത്തിന്റെ വിശുദ്ധി ഒരു പ്രാധാന്യതയല്ല. മരണം കഴിഞ്ഞ് പിന്നെ നടത്തുന്ന കർമ്മങ്ങളും കർമാതികർമ്മങ്ങളുമാണ് നമ്മുടെ ഡെസ്റ്റിനി നിർണയിക്കുന്നത് എന്നത് പൗരോഹിത്യ സ്ഥാനത്തുള്ളവർക്കും ആത്മായ സ്ഥാനത്തുള്ളവർക്കും ഒരുപക്ഷെ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന തെറ്റായ ഒരു ധാരണയാണ്. സ്നേഹിതരെ, വിശുദ്ധ വചനത്തിന് മാറ്റമില്ല. ആർക്കും അതിൽ എക്സംഷൻ ഇല്ല എന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇറ്റ്സ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശബ്ദമാണ്, ലോഗോസ് ആണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദ വേർഡ് ഓഫ് ഗോഡ് ഈക്വൽസ് ഗോഡ്, ദി ഓൾമൈറ്റി ഗോഡ്. വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ആ ദൈവം തമ്പുരാൻ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം തമ്പുരാന്റെ മുമ്പിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ന്യായവിധിയെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടുന്നവനാണ്, നിൽക്കേണ്ടുന്നവളാണ്. ആരും അതിൽ നിന്ന് വിഭിന്നരായോ മാറ്റപ്പെട്ടോ ഇല്ല എന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്നവനാണ്. തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള എന്റെ വിധിയുടെ മാനദണ്ഡം ഈ ലോകത്തിൽ
നോക്കിയിരിക്കുമ്പോൾ ഞാൻ എന്താണോ ചെയ്തത് അത് മാത്രമാണ് എന്നത് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ കരുണ അവിടെയുണ്ട് എന്നത് വിസ്മരിക്കേണ്ട. നമ്മുടെ പ്രഭാത നമസ്കാരങ്ങളിൽ, കുടുംബാരാധന ക്രമങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ പിതാക്കന്മാർ രാവിലെകളിൽ പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, ഞങ്ങളുടെ പാപം നിന്റെ കരുണയാകുന്ന സമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെയാണ്. ഈ ഒരു തുള്ളി ചെളിക്ക് നിന്റെ കരുണയാകുന്ന സമുദ്രത്തെ കലക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ലോകരൊക്കെയോടും കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥന നമ്മുടെ പിതാക്കന്മാർ നടത്തുന്നു. ദൈവത്തിന്റെ കരുണ അത് ഉണ്ടാകും, അത് പ്രവർത്തിക്കും, അതിൽ സംശയമില്ല. പക്ഷേ ദൈവത്തിന്റെ കരുണയും പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ സമർപ്പണത്തിന്റെ അനിവാര്യത അവിടെ ഉണ്ടാകണം. ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം, അതിൽ നമ്മുടെ സമർപ്പണത്തിന്റെ അനിവാര്യത ഉണ്ടാകണം. എന്താണ് ഈ കരുണ എന്ന് പറയുന്നത്? സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മനോഭാവം എന്ന് പറയും, മൈൻഡ് സെറ്റ് എന്ന് പറയും. അതാണ് കരുണ എന്നുള്ളത്. നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് അവർക്ക് വേണ്ടി പരുമലയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാകണം. ആൺപിള്ളേരെ കുറിച്ചാണെങ്കിൽ പരീക്ഷാ ദിവസങ്ങളിൽ ഇവൻ കുറ്റിയും കോലും എടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകരുത്. പെൺപിള്ളേരെ കുറിച്ചാണെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കരുത്. എന്റെ ദൈവമേ, അവർക്ക് പഠിക്കണം എന്നുള്ള ഒരു മനസ്സുണ്ടാകണമേ. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇനി ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞോ? ഹോൾ ടിക്കറ്റുമായിട്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പലരും വന്ന് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളികളിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പിതാക്കന്മാരെ കണ്ടപ്പോൾ അവരുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ട് പറയും, അച്ഛാ തിരുമേനി, പരമല തിരുമേനി അപേക്ഷിക്കണമേ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കാണും. എന്തിനാണ് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? ഇത്രയേ ഉള്ളൂ, എന്റെ കർത്താവെ, പരീക്ഷ സമയത്ത് കൊച്ചിന് വയറ്റിളക്കമൊന്നും പിടിക്കല്ലേ. കൊച്ചിന്റെ പേനായിൽ നിന്നും നിബിൽ നിന്നും കൃത്യമായിട്ട് മഷി വരയണമേ. ശരിയാണ്, ചിലരൊക്കെ പേന കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. ചിലവർ പറയും, എന്തിനാ പേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഈ നിബിൽ നിന്നും മഷി വന്നില്ലെങ്കിൽ പഠിച്ചതൊന്നും പ്രയോഗത്തിലാകാൻ കഴിയില്ല. അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും, ഇനിയും പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടി? പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്. പരമല തിരുമേനിയുടെ പാദപീഠത്തിൽ നിന്ന് കർത്താവേ, പരമല തിരുമേനിയുടെ മധ്യസ്ഥത കൊണ്ട് കുഞ്ഞിന് നല്ല റിസൾട്ട് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യത്തെ 2 പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്. എന്ത്? പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പും ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും ഉള്ള പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ട്? നിങ്ങൾ പറയും, ഈ അച്ഛന്റെ പ്രസംഗം ഇവിടെ വെച്ചങ്ങ് നിർത്തിയാലും കുഴപ്പമില്ല, കാരണം ഇങ്ങനെ എന്നാ വേദവിരുദ്ധമായി പറയുന്നേ. പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലെന്നോ? ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, കാരണം കൊച്ചു പഠിക്കണം, അതിനുള്ള പരിതസ്ഥിതികൾ ഉണ്ടാകണം. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, പഠിച്ചതെല്ലാം പ്രകടിപ്പിക്കാനുള്ള ആരോഗ്യവും പരിതസ്ഥിതിയും ഉണ്ടാകണം. മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് എന്നാ അർത്ഥം? എഴുതേണ്ടുന്നതെല്ലാം എഴുതി കഴിഞ്ഞില്ലേ, പേപ്പറിലായില്ലേ, ഇനി എസ്ഐഡ് അതിന്റെ പോയിന്റ്സ് വല്ലതും കൂട്ടാൻ ഒക്കുമോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്തെങ്കിലും ശരിയാക്കാൻ ഒക്കുമോ? വാട്ട് ഈസ് റിട്ടൺ ഈസ് റിട്ടൺ. എഴുതിയതെല്ലാം എഴുതി കഴിഞ്ഞു, ഇനി ഒന്നും മാറ്റാൻ ഒക്കില്ല. ആ എഴുതിയതനുസരിച്ചാണ് മാർക്ക് ലഭിക്കുന്നത്. പിന്നത്തിനാ പ്രാർത്ഥിക്കുന്നത്? ബുദ്ധിയുള്ള അമ്മയ്ക്ക് അറിയാം, ചിലരൊക്കെ പിറുപിറുക്കുന്നുണ്ട്. ഉത്തരം പറയുക എന്താണെന്നറിയാമോ? അച്ഛാ, പരീക്ഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കണം, പരീക്ഷ സമയത്ത് പ്രാർത്ഥിക്കണം, പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടല്ലോ പ്രാർത്ഥിക്കേണ്ടുന്നത് അനിവാര്യമാണ്. കാരണം പേപ്പർ നോക്കുന്ന സാറിന്റെ, ടീച്ചറിന്റെ നല്ല മൈൻഡ് സെറ്റിന് വേണ്ടി, നല്ല മനോഭാവത്തിന് വേണ്ടി. അതുകൊണ്ടാണല്ലോ പലപ്പോഴും സൺഡേ സ്കൂൾ പരീക്ഷയ്ക്കാണെങ്കിലും അല്ലാത്തതിനൊക്കെ റീവാല്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാർക്ക് കൂടും. അതിന്റെ കാരണം അന്വേഷിച്ച ഇത്രയേ ഉള്ളൂ, പേപ്പർ നോക്കിയ സമയത്ത് ടീച്ചറിന്റെ മൂഡ് ഓഫ് ആയി. ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ടാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ ആ വഴക്ക് എവിടെ കാണിക്കും? മാർക്കിൽ, പേപ്പറിൽ കാണിക്കും. അതുകൊണ്ട് നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാകണം, നല്ല മൂഡ് ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ചിന്റെ പേപ്പർ എടുക്കുമ്പോൾ ആ ടീച്ചറിന്റെ മനസ്സ് നല്ല ശുദ്ധമാകണം, നല്ല സന്തോഷമാകണം. തീർച്ചയായും അങ്ങനെ സന്തോഷം ഉണ്ടെങ്കിൽ ഒരു 5-6 മാർക്കെങ്കിലും കുറഞ്ഞത് കൂടിയിരിക്കും. അതല്ല മൂഡ് ഔട്ട് ആണെങ്കിൽ, ഭർത്താവുമായിട്ട് വഴക്കിട്ട് പെണ്ണുപിള്ളയുമായിട്ട് വഴക്കിട്ടാണ് വന്നത്
വന്നതെങ്കിൽ കുറഞ്ഞത് 10 മാർക്ക് കുറഞ്ഞിരിക്കും, യാതൊരു കുഴപ്പമില്ല. കാരണം എവിടെയെങ്കിലും ഇത് പ്രകടിപ്പിക്കണമല്ലോ. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ മാനസികമായ ഒരു പ്രത്യേകത. വൈരാഗ്യം എവിടെയെങ്കിലും പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് ഇത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലം എവിടെയാ? ഈ പേപ്പർ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, പരീക്ഷ കഴിഞ്ഞിട്ടും എന്റെ കൊച്ചിന്റെ പേപ്പർ നോക്കുന്ന സാറിന്റെ മൂഡ്, ടീച്ചറിന്റെ മൂഡ് ഔട്ടാകരുത്, അത് നല്ല ഭംഗിയാകണം എന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, കൊച്ചു പരീക്ഷ എഴുതാതെ അതിന്റെ പേപ്പർ ഇല്ലാതെ ആ ടീച്ചറിന്റെ മൂഡ് നന്നായിട്ട് ഗുണമുണ്ടോ? ഇല്ല. ആ കുഞ്ഞ് പേപ്പർ പരീക്ഷ എഴുതി അതിന്റെ പേപ്പറിൽ എന്തെങ്കിലും കണ്ടാൽ മാത്രമേ ആ ടീച്ചറിന്റെ മൂഡ് നന്നാവും. അല്ലെങ്കിൽ ഇനി എത്ര നല്ല മൂഡാണെങ്കിലും ഒന്നും എഴുതി വെക്കാത്ത പേപ്പറിൽ ടീച്ചർമാർ മാർക്കിടില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കരുണ എന്നാൽ ദൈവത്തിന്റെ മൈൻഡ് സെറ്റ് ആണ്. പക്ഷേ ആ മൈൻഡ് സെറ്റ്, ദൈവത്തിന്റെ കരുണ പ്രകടമാകണമെങ്കിൽ നമ്മുടെ സമർപ്പണം അനിവാര്യമാണ്. എഴുതാത്ത പേപ്പറിൽ മാർക്കിടില്ല, എഴുതാത്ത പേപ്പറിൽ മാർക്കിടാൻ കഴിയില്ല. തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ വല്ലായ്മകളും നമ്മുടെ പരിമിതികളും ഒക്കെയായി പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് ദൈവം കരുണ ചൊരിയുന്നത്, ദൈവത്തിന്റെ കരുണയുണ്ടാകുന്നത്. അതുകൊണ്ട് ന്യായവിധി ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ അവിടെ പ്രകടമാകുന്നത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കരുണയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു. അനുതാപം ഉള്ളിടത്ത് ദൈവത്തിന്റെ കരുണയുണ്ടാകും, അനുതാപം പ്രകടിപ്പിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരുണയുണ്ടാകും. അതുകൊണ്ടാണ് പൗരസ്ത്യ ദർശനത്തിൽ അനുതാപം കൊണ്ട് ദൈവത്തിന്റെ കരുണ നേടിയെടുക്കുന്ന നന്മയിലേക്ക് നാം വളരുന്നത്. എന്നാൽ അനുതാപബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ അനുതാപബോധം നമുക്കുണ്ടാകുള്ളൂ. അതാണ് ക്രിസ്തു പറയുന്നത്, പാപബോധം. പാപത്തെക്കുറിച്ചുള്ള ബോധം എന്നാൽ അനുതാപത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഞാൻ തെറ്റുകാരനാണ്, ഐ എം എ സിന്നർ, ഞാൻ പാപിയാണ്, എന്നിൽ കുറവുകളുണ്ട്, എന്നെ മാറ്റുവാൻ തക്കവണ്ണം നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ദൈവത്തോട് പറയുന്ന അനുഭവം. ഈ അനുതാപബോധം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിന്റെ നല്ല നമ്മളിലുള്ള പ്രവർത്തനം കൊണ്ടാണ്. മൂന്നാമതായിട്ട് പിതാക്കന്മാര് പറയും, ന്യായവിധിയെ കുറിച്ച് മാത്രമല്ല നിത്യതയെ കുറിച്ച് ബോധമുണ്ടാകണം. എത്ര പേര് അത് ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. നിത്യമായ ഒരു ജീവിതം നമുക്ക് മുമ്പിലുണ്ട് എന്ന ചിന്ത നമ്മളെ സംബന്ധിച്ച് ഭരിക്കേണ്ടുന്നത് അനിവാര്യമാണ്. നിത്യത, എറ്റേണിറ്റി ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. നമ്മുടെ ആരാധനകൾ മുഴുവനും ഈ നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ പഠിപ്പിക്കുക. ഉണ്ണുക, ഉടുക്കുക, നാളെ നാം മരിക്കുമല്ലോ എന്നതല്ല ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഒരു എറ്റേണിറ്റി ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യതയുണ്ട് എന്ന ചിന്ത. സഹോദരങ്ങളെ, ഈ നിത്യതയെക്കുറിച്ചുള്ള ബോധം, അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള ബോധം, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ നമ്മിൽ ഉണ്ടാകേണ്ടുന്നത്. അതുകൊണ്ടാണ് തീത്തോസിനോട് പൗലോസ്ലീഹ പറയുന്നത്, 3-ാം അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ. തീത്തോസിന് പൗലോസ്ലീഹ എഴുതുന്ന ലേഖനം 3-ാം അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടുന്നതിന്. വളരെ ആഴം നിറഞ്ഞ ഒരു വാക്കാണ്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, അതുമാത്രമേ നമ്മുടെ നീതീകരണ പ്രക്രിയയിൽ നമ്മെ സഹായിക്കുള്ളൂ. നമ്മുടെ കഴിവോ നമ്മുടെ തലങ്ങളോ ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. പക്ഷെ അവിടെയും ഓർക്കണം, ടീച്ചറിന് മൂഡുണ്ടായാൽ മാത്രം പോരാ, മാർക്കിടാനുള്ള പേപ്പറും കൂടെ വേണം. അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കണം, ഏതെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവിടെ കരുണയുണ്ടാകുള്ളൂ. അല്ലാതെ എല്ലാം 1 മുതൽ 10 വരെയുള്ള ചോദ്യത്തിന്റെ ചോദ്യ നമ്പർ മാത്രം ഇട്ടാൽ അവിടെ മാർക്കിടാനൊക്കില്ല. കരുണയുണ്ടാകണമെങ്കിൽ സമർപ്പണം ഉണ്ടാകണം. ഇത് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടുന്നതിന്.
അതിന്റെ തൊട്ടുമുകളിൽ പറയുന്നുണ്ട്, അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല തന്റെ കരുണ പ്രകാരമത്രേ രക്ഷിച്ചത്. ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടുന്നതിന് അതെങ്ങനെയാണ് സാധിക്കുന്നത്? പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. നിത്യജീവന്റെ അവകാശത്വത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് രണ്ടു മാർഗത്തിലൂടെയാണ്. ഒന്ന്, പുനർജനന സ്നാനം, ദ ബാപ്റ്റിസം ഓഫ് റീബർത്ത്. ദ ബാപ്റ്റിസം ഓഫ് റീബർത്ത്, പുനർജനന സ്നാനം. ഇതാണ് നിക്കോദിമോസിനോട് യേശുതമ്പുരാൻ പറഞ്ഞത്, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, അനാഥോൻ, നീ വീണ്ടും ജനിക്കണം, ദ ബർത്ത് ഫ്രം എബോവ്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, ഇനി നീ ജനിക്കണം എവിടെ നിന്ന്? ഉയരത്തിൽ നിന്ന് ജനിക്കണം. ഈ വേദഭാഗം അറിയാത്ത ആളുകൾ പറയും ബോൺ എഗെയിൻ ആകണം എന്ന് പറയും. ഇത് മനസ്സിലാകാത്ത നമ്മുടെ പിള്ളേർ എന്നാ ചെയ്യും? മംഗലാപുരത്തോ ബാംഗ്ലൂരിലോ പോയി പഠിച്ചിട്ട് ബോൺ എഗെയിൻ ആയി ഇങ്ങ് നാട്ടി വരും. ഇത് തിരിച്ചറിയാത്ത അപ്പച്ചന്മാരും അമ്മച്ചന്മാരും എന്നാ ചെയ്യും? അവർക്ക് തിരുമേനിമാരെയൊക്കെ പരിചയം കാണും, പക്ഷെ കൊച്ചുങ്ങളുടെ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി കണ്ട് സംതൃപ്തി അടയേണ്ട ഗതികേടിലേക്ക് വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് പുനർജനന സ്നാനം, ദ ബാപ്റ്റിസം ഓഫ് റീബർത്ത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, ഇനി ജനിക്കുന്നത് എവിടെ നിന്നാണ്? ഉയരത്തിൽ നിന്ന് ജനിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ മാമോദീസ തൊട്ടിയിൽ വെള്ളം വാഴ്ത്തുന്ന ക്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ എന്ന പോലെയുള്ള ക്രോയിത്തോതുറുഹോ പരിശുദ്ധാത്മ ആഹ്വാനം നടത്തുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ കുഞ്ഞിനെ വീണ്ടും ജനിപ്പിക്കണം. അതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാനയിൽ എന്ന പോലെ വെള്ളത്തിന്റെ മേൽ എന്ത് നടക്കുന്നത്? പരിശുദ്ധാത്മ ആഹ്വാനം നടത്തുന്നത്, ക്രോയിത്തോതുറുഹോ നടത്തുന്നത്. വീണ്ടും ജനിക്കാൻ പോകുക. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് രണ്ടു തരത്തിലാണ് നിത്യജീവന്റെ വാഗ്ദത്തം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിത്യജീവന്റെ വാഗ്ദാനം, ദ പ്രോമിസ് ഓഫ് എറ്റേണിറ്റി. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, പുനർജനന സ്നാനം, നമുക്കിത് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമതായിട്ട് എന്താ? പരിശുദ്ധാത്മാവിന്റെ നവീകരണം, ദ റിന്യൂവൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പുതുതായിട്ട് പ്രാപിക്കുന്നതല്ല, അങ്ങനെയല്ല വിശുദ്ധ വചനം പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ, പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് വേദ വിപരീതമാണ്. വേദപുസ്തകത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നവീകരണം എന്ന വാക്കാണ്, ദ റിന്യൂവൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ടു റിന്യൂ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അമ്മമാർക്കറിയാം. പണ്ട് കാലത്ത്, ഇപ്പോഴല്ലേ തോക്കും ഗ്യാസും ഒക്കെ ആയത് അല്ലേ? ഗ്യാസിന്റെ കൂടെ ഇപ്പൊ എന്തോ ഉണ്ട്? തോക്കുണ്ട്. രാവിലെ തോക്കടിച്ചാണ് ഗ്യാസ് പൊട്ടിക്കുന്നത്. പണ്ട് കാലത്ത് എങ്ങനെയൊന്നുമല്ല, അടുപ്പിൽ കനലാണുള്ളത്. ഈ കനൽ വൈകുന്നേരത്തെ കഞ്ഞിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് ചാരം മൂടി, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കുറച്ച് ഉമിയൊക്കെ ഇട്ട് അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. രാവിലെ ചെന്ന് അമ്മ എന്നാ ചെയ്യും? ഈ കനല് ഒരു ഉണക്കത്തുണ്ടിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് ആ കനലിങ്ങനെ ജ്വലിപ്പിക്കും. കനല് ജ്വലിപ്പിക്കുമ്പോൾ അതിന്റെ പുറകുഭാഗത്തുള്ള ചാരമെല്ലാം അങ്ങ് മാറും. ചാരം മാറി ആ കനല് ജ്വലിച്ച് അവിടെ അഗ്നി ഉണ്ടാകും. ഇങ്ങനെയാണ് അമ്മമാര് പണ്ട് കാലത്ത് അടുപ്പിൽ തീ പറ്റിക്കുന്നത്. തീ ഊതുന്നതല്ല, പിന്നെ തീ പറ്റിക്കുന്നത്. കാരണം അതിൽ ഒരു പ്രക്രിയയുണ്ട്, അതിൽ ജ്വലനത്തിന്റെ നവീകരണത്തിന്റെ ഒരു പ്രക്രിയയുണ്ട്. ഇത് തന്നെയാണ് പൗലോസ്ലീഹായും ഉപയോഗിക്കുന്ന വാക്ക്, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. പുതുതായി ലഭിക്കുന്ന പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നമ്മിലൂടെ പ്രോജ്വലിപ്പിക്കണം, പറ്റിക്കണം. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആക്കിയെടുക്കണം. അതിനെന്താ ചെയ്യേണ്ടുന്നത്? അതിന്റെ മുകളിൽ ചുറ്റിയിരിക്കുന്ന, പറ്റിയിരിക്കുന്ന, പിടിച്ചിരിക്കുന്ന എല്ലാ ചാരവും ഊതി മാറ്റിയിട്ട് അതിനെ പ്രോജ്വലിപ്പിക്കണം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒന്നാണ്, നോമ്പിൽ നമ്മളെല്ലാവരും വിശുദ്ധ കുമ്പസാരം നടത്തിയിട്ടുണ്ട്. കുറവാണെങ്കിൽ ക്ഷമിക്കുക പറയുന്നതിൽ. നോമ്പിൽ വിശുദ്ധ കുമ്പസാരം നടത്തണ്ട എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ വിശുദ്ധ കുമ്പസാരം നടത്തേണ്ട സമയമാണ് എന്ത്? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ. കാരണം എന്തെന്നറിയാമോ?
നമ്മിലുള്ള പാപാവസ്ഥകളെ മാറ്റി നമ്മെ എന്ത് ചെയ്യണം? പ്രോജ്വലിപ്പിക്കണം. പക്ഷെ നോമ്പ് വീടി കഴിഞ്ഞാൽ പിന്നെ ഇനി കുമ്പസാരിക്കണമെങ്കിൽ നമ്മൾ ഇനി അടുത്ത നോമ്പ് വരണം. അത് സ്ലീഹ നോമ്പൊന്നും പോരാ. പിന്നെ ഇനി അടുത്ത കുമ്പസാരം കുറച്ചുകൂടെ കൃത്യമായിട്ട് നടത്തണമെങ്കിൽ 15 നോമ്പെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ക്രിസ്മസിന്റെ അത്രയൊന്നും പിടുത്തം വരത്തില്ല, 3 നോമ്പൊക്കെ വരണം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ നോമ്പിൽ കുമ്പസാരിക്കണ്ട എന്ന് പറയുന്നില്ല, കുമ്പസാരിക്കണം തീർച്ചയായിട്ടും, അത് അനിവാര്യമാണ്. പക്ഷേ അതോടൊപ്പം അനിവാര്യമായ ഒന്നാണ്, ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ വിശുദ്ധ കുമ്പസാരം നടത്തണം. വിശുദ്ധ കുമ്പസാരം നടത്തി നമ്മളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപാവസ്ഥകളെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിന്റെ ജ്വലനമുണ്ടാകണം. ഇത് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വെളിച്ചം എന്ന്, പ്രകാശം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തെ കുറിച്ച് പറയുന്നതാണ്. ആ മുഖവാക്കുകൾ ഞാൻ നിർത്തുകയാണ്. 3 കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. 1 മരണബോധം, 2 ന്യായവിധി ബോധം, 3 നിത്യതയുടെ ബോധം. ഈ 3 ബോധങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും സഹായിയാണ് ആര്? പരിശുദ്ധ റൂഹ. പരിശുദ്ധ റൂഹ നമ്മിൽ ഇറങ്ങി ആവസിക്കുമ്പോൾ, നമ്മെ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ, നമ്മിൽ തേജസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, ഞാൻ ഇന്ന് വൈകിട്ട് മരിക്കുമെന്നൊരു ചിന്ത അല്ലെങ്കിൽ കൃത്യമായ ഒരു സമയം എനിക്ക് തന്നാൽ എൻ്റെ ജീവിതം എന്തോരം വിശുദ്ധമായിരിക്കും ഇനിയുള്ള സമയം. അതല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരാഴ്ച എന്തോരം വിശുദ്ധമായിരിക്കും. മരണം അനിശ്ചിതമായ സമയത്ത് നടക്കുന്നതാണെങ്കിലും സുനിശ്ചിതമായ സംഗതിയാണ് എന്ന ബോധം, ഈ ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം, മരണഭയമല്ല കേട്ടോ. മരണഭയം ഉണ്ടാകുന്നത് പാപികൾക്ക് മാത്രമാണ്. നീതിമാന്മാർക്കും ദൈവത്തെ അറിയുന്നവർക്കും ദൈവപ്രകാരം ജീവിക്കുന്നവർക്കും മരണഭയമില്ല. അവർക്കുണ്ടാകുന്നത് മരണബോധമാണ്. ഇന്നല്ലെങ്കിൽ നാളെ. അതാണ് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നത്, എപ്പോഴും എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം. സമയം, സ്ഥലം, ആഗ്രഹം, ഇതെല്ലാം ദൈവത്തിന്റെ ഇച്ഛയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇത്ര ഭയപ്പെടുന്നത്? അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകാൻ ദൈവത്തോട് പറയണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ ബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. 2 ന്യായവിധിയുടെ ബോധം. ആ ന്യായവിധിയുടെ ബോധം ഉണ്ടാകുമ്പോഴാണ് തന്ന ജീവിതം ക്രിയാത്മകമായി ചെലവഴിക്കാൻ കഴിയുന്നത്. സ്നേഹത്തോട് പറയട്ടെ, ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ ദേഹവും ദേഹിയും ആത്മാവും. വിട്ടുകഴിഞ്ഞാൽ പിന്നെ ദേഹമില്ല, ദേഹം മണ്ണോട് ചേരുകയാണ്. പിന്നെ ആത്മാവ്, ന്യൂമ, നമ്മുടെ സോളിനോട് പറയുന്ന, സൂഖിയോട് പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തില്ല? ശരീരമില്ല. അതാണ് പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് വരെ അവന്റെ ബോഡിയിൽ എന്നല്ല, അവന്റെ സൂഖയിൽ അഥവാ അവന്റെ ദേഹിയിൽ തുടരും എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ചിന്തിച്ചോണം, മരണാനന്തര കർമ്മങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, എല്ലാം നല്ലതാണ്. ശവസംസ്കാര ശുശ്രൂഷ ക്ഷേമമായിട്ട് നടത്തണം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ടൊക്കെ ദൈവത്തിന്റെ കരുണയുണ്ടാകും, അതാണല്ലോ അനിവാര്യം. പക്ഷെ അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾക്ക് കോമ്പൻസേഷൻ ആകുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവത്തിന്റെ കരുണയുണ്ടാകാൻ മരണാനന്തര കർമ്മങ്ങളും കൃത്യങ്ങളും ഒക്കെ അനിവാര്യമാണ്. പക്ഷെ എന്റെ ശരീരത്തിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾക്ക് അതെന്താകുന്നില്ല? കോമ്പൻസേഷൻ ആകുന്നില്ല. ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആകുന്നില്ല. ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്താലേ മതിയാകുള്ളൂ, അതിന് മറ്റേത് ഒരു ബദൽ ആകുന്നില്ല എന്നത് ഓർത്തോണം. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ പലർക്കും എന്നോട് വിരോധവും വൈരാഗ്യമൊക്കെ തോന്നിയേക്കാം. അച്ഛാ, ഇങ്ങനെ അങ്ങ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞാൻ എന്നോട് തന്നെ പറയും, നിങ്ങളോട് പറയുന്നതല്ല. ഈ വൈദിക ശരീരത്തിൽ ഞാൻ ചെയ്യേണ്ട ദൗത്യങ്ങൾക്ക് 8 ക്രമം കൊണ്ടൊരു ബദൽ ഉണ്ടാക്കാൻ ഒക്കില്ല. ദൈവത്തിന്റെ കരുണ അവിടെ ഉണ്ടാകും. കാരണം ആ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയാ. ജീവിതത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളുടെ ബദലായിട്ടല്ല, കോമ്പൻസേഷൻ ആയിട്ടല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടല്ല. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊള്ളണം. ഇതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ, പാമ്പാടി തിരുമേനിയെ പോലുള്ള പിതാക്കന്മാര് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന 3 വാക്കുകളാ: മരണം,
ന്യായവിധി, നിത്യത. പരിശുദ്ധനായ പരിമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന, ബദനിയിലെ മാർ അത്താന്യാസോസ് തിരുമേനിയും ഒക്കെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന 3 വാക്കുകളാ: മരണം, ന്യായവിധി, നിത്യത. ഈ ഓർമ്മ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നാം കാത്തിരിക്കുന്നത്. പുതുതായിട്ട് പ്രാപിക്കാനല്ല, അനിവാര്യമായ 3 സംഗതികളുടെ ഓർമ്മപ്പെടുത്തലുകളിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവേ ഇറങ്ങി ഞങ്ങളിൽ ആവസിച്ച് ഞങ്ങളെ ഈ ഓർമ്മകളുടെ തലങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തണമേ. അതുകൊണ്ടാണ് പാരക്ലയോ, കൈപിടിച്ച് നടത്തുന്നവൻ, മുമ്പിൽ നിൽക്കുന്നവൻ, അംബാസഡർ എന്ന വാക്കുകളൊക്കെ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നത്. അംബാസഡർ, മുമ്പിൽ നടക്കുന്നവൻ, കൈപിടിച്ച് നടത്തുന്നവൻ, വഴികാട്ടി. ഒരു കുഞ്ഞ് വഴി തെറ്റിപ്പോകുമ്പോൾ അതിന്റെ വല്യപ്പച്ചൻ ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ കൈക്ക് പിടിച്ച് നടത്തുന്നവൻ, അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ പോകുന്നത് അനിവാര്യമാണ്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ആ വാക്ക് വായിക്കുമ്പോൾ തന്നെ എന്തോരം പ്രചോദനമാണ് മനസ്സിലുണ്ടാകുന്നത് എന്നറിയാമോ? ഞാൻ പോകുന്നത് അനിവാര്യമാണ്, ഞാൻ പോയാൽ ആരെ അയച്ചു തരും? അനദർ പാരക്ലയോ, വഴി നടത്തിയ എന്നെ പോലെ വഴി നടത്താൻ ഒരാളെ അയച്ചു തരും. ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ. പെന്തിക്കോസ്തിയിൽ വെള്ളമൊഴിക്കുന്ന ക്രമമൊക്കെ നടക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് വഴി നടത്തുന്ന വഴികാട്ടിയായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന്. പക്ഷേ അതിനെന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്നത്? അതിനെന്തൊക്കെയാ നാം ചെയ്യേണ്ടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കരുണ ഉണ്ടാകും, സംശയമില്ല. പക്ഷെ അതിനെന്ത് വേണം? സമർപ്പണം വേണം. ടീച്ചറിന്റെ നല്ല മനസ്സുണ്ടാകും, പക്ഷെ എഴുതിയ പേപ്പർ അവിടെ ചെല്ലണം. മൊട്ടപ്പൂജ എഴുതി വിട്ടാലൊക്കില്ല. അത് അവിടെ ടീച്ചറിനെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതി വിട്ടാലൊക്കില്ല. പിന്നെ ആകുന്നതൊക്കെ ആ പേപ്പറിൽ ഉണ്ടാകുമ്പോഴാണ് നല്ല മനസ്സോടെ മാർക്ക് ഇടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്കുണ്ടാകേണ്ട മാർഗങ്ങൾ എന്നത് ഒരു ചെറിയ വേദഭാഗത്തിന്റെ സംഭവത്തിലൂടെ അല്പനേരം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മറന്നില്ല എന്ന് കരുതട്ടെ. 3 ബോധങ്ങൾ: മരണം, ന്യായവിധി, നിത്യത. ഈ 3 ബോധങ്ങൾ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടാണ്. കാത്തിരിപ്പ് പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന് വേണ്ടിയ കാത്തിരിപ്പാണ്, അല്ലാതെ പുതുതായിട്ട് പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ല. വേദപുസ്തകം പുതുതായിട്ട് പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല പറയുന്നത്. The renewal of the Holy Spirit, then only you get eternity. നിനക്ക് നിത്യത ഉണ്ടാകണമെങ്കിൽ, രക്ഷയുടെ നിത്യതയിലേക്ക് വരണമെങ്കിൽ നിനക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ നവീകരണം വേണം. അതെങ്ങനെയാ നമ്മിൽ സാധിക്കുന്നത്? നമുക്ക് ഏതൊക്കെ പേപ്പറിൽ, നമ്മുടെ ഉത്തരക്കടലാസിൽ എന്തൊക്കെയാ നമുക്ക് എഴുതാൻ സാധിക്കുന്നത്? അതിന് ഒരു മാർഗദർശനം മാത്രമായി ഇന്നത്തെ ചിന്തകൾ മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ സംഭവിച്ച ഒരു സംഭവത്തിന്റെ അവസാന തലമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനായിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഓർമ്മ നിൽക്കാൻ എളുപ്പമാണ്. അധ്യായത്തിൽ നിന്നും ഒന്ന് കുറച്ചാൽ വാക്യമായി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവൻ പെന്നിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. അവൻ പെന്നിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. വളരെ നിസ്സാരമായി ലളിതമായ ഒരു വാക്ക്. അവൻ ആരാണെന്ന് നമുക്കറിയാം. പൂർവ്വപിതാവായ ഗോത്രപിതാവായ യാക്കോബ്. പെന്നിയേൽ കടന്നപ്പോൾ എന്തുദിച്ചു? സൂര്യൻ ഉദിച്ചു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. പൗരസ്ത്യ ദർശനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അത് സൂര്യരശ്മികളോട് പിതാക്കന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. പെന്തിക്കോസ്തയുടെ 3-ാമത്തെ ക്രമത്തിന്റെ സദറായിൽ നമുക്കത് വായിച്ച് പെന്തിക്കോസ്തി പെരുന്നാളിൽ കേൾക്കാനായിട്ട് കഴിയും. ഇതൊന്നും ബോറിംഗ് ഒന്നും അല്ല കേട്ടോ. ഇതൊന്നും മാറ്റേണ്ട കാര്യവുമില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് എന്തിനാണ് ഇത്രയധികം നീളം കൂടുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഇത്ര ബേജാറാകുന്നത്? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഖത്തറിന് പോകുന്ന എയർബസിന് വേണ്ടി നമ്മൾ 3 മണിക്കൂർ കാത്തിരിക്കില്ലേ? അവിടെ 2.5 ആക്കണമെന്നോ 2 ആക്കണമെന്നോ 1 ആക്കണമെന്നോ നമ്മൾ ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഏതെങ്കിലും ഭക്ത സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്റർനാഷണൽ ഫ്ലൈറ്റിന്റെ സമയം
കാത്തിരിപ്പിന്റെ സമയം 2:30 ആക്കണമെന്ന്, 2.5 മണിക്കൂറാക്കണമെന്ന്. പിന്നെ എന്തിന് ആണ്ടിലൊരിക്കൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയുടെ പ്രക്രിയകൾ, പ്രാർത്ഥനകൾ വെട്ടിച്ചുരുക്കണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? വരുന്നില്ല എങ്കിൽ അന്ന് വരുന്നില്ല എന്ന് മാത്രം മതി, വരണ്ട, പോകണ്ട അന്ന് പള്ളിയിൽ. അതിൽ കൂടുതൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ന്യൂനപക്ഷത്തിന് വേണ്ടി സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രാർത്ഥനാക്രമങ്ങൾ വെട്ടിച്ചുരുക്കുന്നതല്ല സഭയുടെ ദൗത്യം. അങ്ങനെ ആരും ചിന്തിക്കരുത്. ഓരോ പ്രാർത്ഥനകൾക്കും അർത്ഥമുണ്ട്. മണിപ്രവാളം ആയിക്കോട്ടെ, അതൊക്കെ അർത്ഥം മനസ്സിലാക്കി അത് പഠിക്കാൻ 15 രൂപ കൊടുത്താൽ ഒരു പെരുന്നാൾ ശുശ്രൂഷാക്രമം കിട്ടും. ആ പുസ്തകം വെച്ചെന്ന് തുറന്നു വെച്ച് മറ്റ് ശ്രദ്ധയിലേക്ക് പോകാതെ പുസ്തകത്തിൽ മാത്രം, റബ്ബർ ഷീറ്റിലല്ല, പുസ്തകത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ഈ ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുത്താൽ തീർച്ചയായിട്ടും 1-2 മണിക്കൂർ അതിന് നീളമുണ്ടാകാം. അത് ആണ്ടിലൊരിക്കലല്ല ഉള്ളൂ. ആണ്ടിലൊരിക്കൽ 1-2 മണിക്കൂർ നീളമുണ്ടാകുമ്പോൾ നമ്മൾ ഇത്ര ബേജാറാകാൻ കാരണം